ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തേക്കടി ട്രിപ്പിൽ പലരും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ മിസ് ചെയ്യുന്നൊരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ പരുന്തുംപാറ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് നമ്മൾ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് സംഭവങ്ങളാണ് ഇതിൽ. ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മുടെ പരുന്തുംപാറ. പരുന്തുംപാറ പഴയ പോലെയല്ല, ഇച്ചിരി ഹൈടെക് ആയി. അതുകൊണ്ട് ഇവിടെ എൻട്രി ഫീസൊക്കെ വെച്ചു. ചെറിയ 10-15 കണ്ടുള്ളത് തോന്നുന്നു. ബൈക്കിന് ഫ്രീ ആണ്, അപ്പോൾ നമുക്ക് അത് കൊടുക്കേണ്ടി വന്നില്ല. എന്തായാലും മഴയത്തും വെയിലത്തുള്ള രണ്ട് വിഷ്വൽസും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു കാലാവസ്ഥ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ടാഗോർ പാറയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് അത് മാത്രമല്ല, ഈ ഓഫ് റോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓഫ് റോഡ് ഫെസിലിറ്റി ഇവിടെയുണ്ട്. അപ്പോൾ അതൊന്നും പറ്റത്തില്ല, പ്രായമുള്ള ആളാണ്, നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കും ഇത് ഇതുപോലുള്ള വ്യൂ കാണാൻ പറ്റും. ഇത് വെറുതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാണുന്ന വ്യൂ ആണിത്. വണ്ടി ഇതുപോലെ പറക്കിയിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നമുക്ക് ഇതുപോലത്തെ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ സ്പോട്ടാണ് പരുന്തുംപാറ. അതായത് വലിയ എക്സ്പെൻസീവ്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കണം. ഇവിടെ ഇപ്പോൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടാഗോർ പാറയുടെ മുകളിൽ പോയി നിൽക്കാം. ഇനി അല്ല സാധാരണ നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി അല്ല ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്കാണ് അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അതായത് മിസ് ചെയ്യരുതാത്ത ഒരു സ്പോട്ടാണ് നമ്മുടെ പരുന്തുംപാറ. പ്രത്യേകിച്ച് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല. ചില സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടിയതായിരിക്കും. നമ്മൾ ഈ തവണ വന്നപ്പോൾ ശബരിമല സീസണായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ടാഗോർ മലയുടെ അങ്ങോട്ടൊന്നും വിട്ടില്ല. അല്ലാത്ത സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും കാണാം. ഇവിടെ നോർമലി നിന്ന് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം. ഈ ടാഗോർ പാറയുടെ മുകളിൽ പോയിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അടിപൊളിയാണ്. അത്യാവശ്യം സേഫായിട്ടുള്ള സ്ഥലമാണ്, വലിയ അഭ്യാസങ്ങൾ കാണിച്ചില്ലെങ്കിൽ. കാരണം കുറേ പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നിട്ട് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം സേഫായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ബാരിക്കേഡൊക്കെ വെച്ചെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ കുട്ടിക്കാനം തേക്കടി റൂട്ടിൽ കല്ലാർ ജംഗ്ഷനിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകത്തോട്ട് പോയി നമുക്ക് പരുന്തുംപാറ എത്താൻ പറ്റും. ഇവിടുന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് കുമളിക്കോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ സത്രം ആ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇല്ലെങ്കിൽ തിരിച്ച് നമ്മൾ റോട്ടിൽ വന്നിട്ട് പോയാലും മതി. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് അതായത് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം കൂടെ നമുക്ക് കവർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇത്തവണ നമ്മൾ വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി നല്ല തണുപ്പുള്ള സമയമാണ്. പക്ഷേ ഈ മഞ്ഞൊന്നും കിട്ടത്തില്ല. പക്ഷേ മഴയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത തേക്കടി ട്രിപ്പിൽ ഈ സ്ഥലം മിസ് ചെയ്യാതെ ആഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.